ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൽ നിന്നും PSCയിൽ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. ഇതിനു മുന്നേ ഞാൻ റെയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്ക് മുകളിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു? തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ബക്കം മൗലവിയായിരുന്നു. മലയാളത്തിലെ അല്ലെങ്കിൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ബക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ചതാണ് 1905 ജനുവരി 19 ആരംഭിച്ച സ്വദേശാഭിമാനി പത്രം. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ആരുടെ ഭരണകാലത്താണ് അയ്യാ വൈകുണ്ഠയെ ശിങ്കാരത്തോപ്പിൽ ജയിലിൽ അടച്ചത്? അയ്യാ വൈകുണ്ഠയെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചത് സോദി തിരുനാളിന്റെ ഭരണകാലത്താണ്. സോദി തിരുനാളിന്റെ ഭരണകാലത്ത് അടയ്ക്കപ്പെട്ട അയ്യാ വൈകുണ്ഠയെ ജയിലിൽ നിന്ന് മോചിതനാക്കാനായിട്ട് സഹായിച്ചത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ സോദി തിരുനാളിനോട് റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹത്തെ മോചിതനാക്കിയത്. നെക്സ്റ്റ്, ബാല്യകാലത്തിൽ കാളി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ബാല്യകാലത്തിൽ കാളി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ദളിത് ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ഉന്നമനം ലക്ഷ്യം വെച്ച് ജീവിച്ച് മരിച്ച ഒരു മഹത് വ്യക്തിയാണ് അയ്യങ്കാളി. അദ്ദേഹം 1893 വില്ലുവണ്ടി സമരം, അതുപോലെ 1915 90-ാം ആണ്ട് ലഹള, 1915 തന്നെ കല്ലുമാല സമരം എന്നിവയൊക്കെ നടപ്പിലാക്കിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഈ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. നെക്സ്റ്റ്, നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയത് നമ്മുടെ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് കുമാര ഗുരുദേവൻ എന്നും അറിയപ്പെടുന്നത്. അടുത്തത്, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായിട്ട് യോഹന്നാൻ നടത്തിയ ലഹളകൾ അടിലഹള എന്നാണ് അറിയപ്പെടുന്നത്. അടിലഹള നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? തിരുവിതാംകൂറിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് PGN ഉണ്ണിത്താനാണ്. തിരുവിതാംകൂറിന്റെ അവസാന ദിവാനായിരുന്നു PGN ഉണ്ണിത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ് ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത്. ഗുരുവിന്റെ ഗുരു എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നതാണ് തൈക്കാട് അയ്യ. കാരണം നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് തൈക്കാട് അയ്യ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരുവിന്റെ ഗുരു എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തിരുവിതാംകൂറിലെ ആദ്യ മാസ്റ്റർ ബിരുദധാരിയായ മനോന്മണിയം സുന്ദരപിള്ളയുടെ സഹകരണത്തോടെയാണ് തിരുവനന്തപുരം ചലയിൽ ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ മാസ്റ്റർ ബിരുദധാരിയാണ് മനോന്മണിയം സുന്ദരംപിള്ള. മനോന്മണിയം സുന്ദരംപിള്ളയുടെ സഹായത്തോടെയാണ് തിരുവനന്തപുരം ചാലയിൽ ശൈവ പ്രകാശിക സഭ ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച നേതാവ്. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച നേതാവാണ് AK ഗോപാലൻ. AK ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് അറിയപ്പെടുന്നത്. 1958 കേരളത്തിൽ ആദ്യ ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂരിൽ സ്ഥാപിതമായത്. തൃശ്ശൂരിലാണ് ആദ്യ ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ സ്ഥാപിതമായത്. ഇത് 1958. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷനറി സംഘടന. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷനറി സംഘടനയാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഒരു കാലത്ത് കേരളത്തിന്റെ നവോത്ഥാന കാലത്ത് 3 മെയിൻ മിഷൻസ് ആണ്. മിഷനറി വഴിയാണ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചിരുന്നത്. അത് 3 മിഷനാണ് മൊത്തം കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇത് മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷനറി സംഘടനയാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ.
ഇനി തിരുവിതാംകൂറിനെ കേന്ദ്രീകരിച്ചു ഉണ്ടായിരുന്ന മിഷണറി സംഘടനയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇനി കോട്ടയം അതുപോലെ ആലപ്പുഴ ജില്ലകളെ കേന്ദ്രീകരിച്ച് ആ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നതാണ് ചർച്ച് മിഷൻ സൊസൈറ്റി CMS. അപ്പോൾ ഉണ്ടായിരുന്ന 3 സംഘടനകൾ ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അടുത്തത് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി. ഇതിനകത്ത് മലബാർ പ്രദേശത്തെ കേന്ദ്രീകരിച്ചിരുന്നത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS ആണ്. തിരുവനന്തപുരം അതുപോലെ കൊച്ചി വരെ ഏകദേശം ഇതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് കോട്ടയം ആലപ്പുഴ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നതാണ് ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS. നെക്സ്റ്റ് ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. ക്രിസ്തു മതത്തിനുള്ളിൽ ദളിതരോടുള്ള വിവേചനത്തിനെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി, അതായത് ദളിത് വിഭാഗക്കാർക്കായിട്ട് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് നമ്മുടെ പൊയ്കയിൽ യോഹന്നാനാണ്. നെക്സ്റ്റ് അച്ചിപ്പുടവ സമരം നയിച്ചത് ആരാണ്? അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റൊരു സമരമാണ് മൂക്കുത്തി സമരം. മൂക്കുത്തി സമരം നയിച്ചതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇദ്ദേഹത്തിനെ നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ശ്രീനാരായണ ഗുരുവിന്റെ മുൻഗാമി എന്നും അറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അടുത്തത് 1114 കഥ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 1114 കഥ ആരുടെ കഥയാണ്? അക്കമ്മ ചെറിയാന്റെ കഥയാണ് 1114 കഥ. ഇവര് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. രാജധാനി മാർച്ച് നയിച്ച അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു എവിടെയാണ് തിരുപ്പതീശ്വര ക്ഷേത്രം സ്ഥാപിച്ചത്? ശ്രീനാരായണ ഗുരു മംഗലാപുരത്താണ് തിരുപ്പതീശ്വര ക്ഷേത്രം സ്ഥാപിച്ചത്. 1914 ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1914 അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. എന്നിട്ട് 1924 ഇതേ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് സർവമത സമ്മേളനവും നടത്തിയത്. നെക്സ്റ്റ് മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏത് വർഷമായിരുന്നു നടന്നത്? മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം നടന്നത് 1947 1947 മന്നത്ത് പത്മനാഭന്റെ മുതുകുള പ്രസംഗം നടന്നത്. ഇത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. നായർ സമുദായ പരിഷ്കർത്താവായിരുന്ന മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത് സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ളയാണ്. പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയായ വൃത്താന്ത പത്രപ്രവർത്തനത്തിന്റെ കർത്താവും സ്വദേശാഭിമാനിയാണ്. ധ്രുവചരിതം രചിച്ചത് ആരാണ്? ധ്രുവചരിതം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ധ്രുവചരിതം രചിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കുറച്ച് കൃതികളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കൃതികളാണ്. ഒന്നാമത്തത് ലങ്കാമർദ്ദനം ഇദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ 12ാം വയസ്സിൽ എഴുതിയ കൃതിയാണ് ലങ്കാമർദ്ദനം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് എഴുതിയ വിലാപകാവ്യമാണ് സമാധി സപ്തകമാണ് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ വിലാപകാവ്യം. കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തി വേളയിൽ എഴുതിയ കൃതിയാണ് ബാലകലേശം. ഇതെല്ലാം PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്
വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് ആരംഭിച്ചത്. വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് ആരംഭിച്ചത് കുര്യക്കോസ് ഏലിയാസ് ചാവറ അഥവാ ചാവറയച്ചന്റെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹത്തിന്റെ കേരളത്തിന്റെ സാക്ഷരതയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 1846 മന്നാനത്താണ് ഈ പ്രസ് ആരംഭിച്ചത്. മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദീപിക പത്രം അത് 1887 ആരംഭിച്ചതും ഇതേ പ്രസിൽ നിന്നാണ്. നസ്രാണി ദീപിക എന്ന പേരിലാണ് അന്ന് ഈ പത്രം എന്ത് ചെയ്തത്, പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1887 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇനി ഇവിടെ നിന്ന് അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? കണ്ടല സമരമാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരം. ഇത് സംഘടിപ്പിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ്. അയ്യങ്കാളിയുടെ പ്രവർത്തന ഫലമായാണ് തിരുവിതാംകൂറിന്റെ പല ഭാഗത്തും ദളിതർക്ക് താമസിച്ച് പഠിക്കാനുള്ള ഹോസ്റ്റലുകൾ സ്ഥാപിക്കപ്പെട്ടത്. ഇങ്ങനെ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഒരു ഹോസ്റ്റലിലാണ് മുൻ പ്രസിഡന്റ് KR നാരായണൻ താമസിച്ച് പഠിച്ചത്. ഇന്ത്യ വിഭജന പശ്ചാത്തലത്തിൽ കേശവദേവിന്റെ നോവലാണ് ഭ്രാന്താലയം. ഭ്രാന്താലയമാണ് ഇന്ത്യ വിഭജന പശ്ചാത്തലത്തിൽ കേശവദേവ എഴുതിയ നോവൽ. അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് അക്കമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെക്കൂ എന്ന് പറഞ്ഞത് അക്കമ്മ ചെറിയാനാണ്. വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെക്കൂ എന്ന് പറഞ്ഞത് അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാൻ ഒരു ധീര വനിതയാണ്. അവർ പറഞ്ഞതാണ് വെടിവെക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെക്കൂ എന്ന് പറഞ്ഞത്. 1921 മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത. 1921 മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തതാണ് പാർവതി നെന്മേനി മംഗലമാണ് ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല. എന്താണ്? മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന പ്രസിദ്ധമായ വാചകം പാർവതി നെന്മേനി മംഗലത്തിൻ്റെതാണ്. അതുപോലെ അന്തർജനങ്ങളോട് ഓലക്കൊട ഉപേക്ഷിച്ച് അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തതും പാർവതി നെന്മേനി മംഗലമാണ്. ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കേരള നവോത്ഥാനത്തിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.